പരിണാമം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാവും. പരിണാമം ആർക്കും എതിരെയുള്ള ഒരു സിദ്ധാന്തമല്ല, അത് ആർക്കും അനുകൂലമായിട്ടുള്ള ഒരു സിദ്ധാന്തമല്ല, മറിച്ച് അത് യാഥാർത്ഥ്യത്തിന്റെ ഭാഷയാണ്. പരിണാമത്തിന് ബദലായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം അങ്ങനെയൊന്നില്ല. പരിണാമത്തിന് ബദലായി ഏതെങ്കിലും സിദ്ധാന്തം വരികയാണെങ്കിൽ അത് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു പരിണാമ സിദ്ധാന്തം മാത്രമായിരിക്കും. മറിച്ച് ഇവിടെ സാഹിത്യ പ്രസംഗൻ സൂചിപ്പിച്ചതുപോലെ ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും ആരോ നെയ്യപ്പയും അല്ലെങ്കിൽ ഉണ്ടംപൊരിയും പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുന്നോണം ഉണ്ടാക്കി വെച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു കെട്ടുകഥ കൊണ്ട് നമുക്ക് ഒന്നും നേടാനാവില്ല, ഇരുട്ടുകൊണ്ട് ഓട്ടോ അടയ്ക്കാനാവില്ല എന്ന് പറയുന്നോണം. എന്നാലും ഒരു കാര്യം ശരിയാ, ഉദാഹരണമായിട്ട് 15,000 വർഗ്ഗങ്ങളിൽപ്പെട്ട ചിത്രശലഭങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്, ഈ ഭൂമിയിലുണ്ട്. ലക്ഷക്കണക്കിന് വിഭാഗത്തിൽപ്പെട്ട ഈച്ചകളുണ്ട്. ഇതിൽ ഓരോ ഈച്ചയെയും ഒരാൾ കുത്തിയിരുന്ന് ഉണ്ടാക്കി വെച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾക്ക് സ്വയം നമ്മുടെ ബുദ്ധി അവകാശിക്കേണ്ടി വരും. അപ്പോൾ പരിണാമത്തിന് ബദലായ ഒരു ഓപ്ഷൻ ഇല്ല. ഒന്നുകിൽ നിലവിലുള്ള പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട പരിണാമ സിദ്ധാന്തം, ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ദെയർ ഇസ് നോ അതർ ഓപ്ഷൻ. ഇതിന് ബദലായി ഉന്നയിക്കുന്നത് സൃഷ്ടിവാദമാണ്. സൃഷ്ടിവാദം ശരിയാകണമെങ്കിൽ ആദ്യം സൃഷ്ടി സംഭവിക്കണം. സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മയിൽ എന്തെങ്കിലും ഉണ്ടാക്കലാണ് സൃഷ്ടി. ഉള്ളത് വെച്ച് ഉണ്ടാക്കലിനെ പ്രൊഡക്ഷൻ എന്നാണ് പറയുക. ഇല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക അസംഭവമാണ് കാര്യം. അങ്ങനെ അഥവാ ഉണ്ടാക്കിയാൽ അത് ഇല്ലായ്മ ആയിരുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങളൊരു കറുത്ത മുറിയിൽ നിന്ന് ഒരു കറുത്ത പൂച്ചയെ കണ്ടെത്തിയാൽ പൂച്ച ആ മുറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണേണ്ടത്, അല്ലാതെ അതിനകത്ത് വേറെ ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് പുസ്തകത്തിൽ എഴുതി വെക്കാൻ പോലും സാധ്യമല്ല, കടലാസിൽ എഴുതി വെക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ അസംഭവമായതിനാൽ സൃഷ്ടിവാദം എന്നുള്ളത് ഒരു തമാശ കഥയ്ക്ക് അല്ലെങ്കിൽ ഒരു മതഫലിതത്തിനപ്പുറം പരിഗണിക്കാവുന്നതല്ല. പരിണാമത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നത് റിച്ചർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ഡെല്യൂഷനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു. ഇപ്പൊ ഞാൻ വരുന്നത് ഡോക്കിൻസ് തന്നെ നാം ഇന്ന് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം, അതായത് പരിണാമ സിദ്ധാന്തത്തെ അപഹസിക്കാനായി സൃഷ്ടിവാദികൾ നടത്തുന്ന ചില കോപ്രായങ്ങൾ. ഞാൻ കോപ്രായങ്ങൾ എന്ന് പറയാൻ കാര്യം, ഒരു സൃഷ്ടിവാദി ആകാനുള്ള ഏറ്റവും അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ഒന്നും അറിയാതിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളത് ഒരു ബയോളജി പുസ്തകം എടുത്തിട്ട് ഏതെങ്കിലും ഒരു അവയവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് 2-3 പേജ് പരത്തി എഴുതി വെക്കുക, എന്നിട്ട് ചോദിക്കുക ഇത് തനിയെ പ്രവർത്തിക്കുമോ, ഇതെങ്ങനെ ഉണ്ടായി, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ചോദ്യം ചോദിക്കുന്ന ആൾ മിടുക്കനാണ് എന്ന് പലർക്കൊരു ധാരണയുണ്ട്. ഞാൻ ആ ചോദ്യം ചോദിച്ചു, ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചു. പണ്ട് നമുക്കറിയാം ഇംഗ്ലീഷിൽ പല പദങ്ങളുണ്ട്, വാട്ട്, വെൻ, വെയർ, ഹൗ, ഇതൊക്കെ ചോദ്യത്തിന്റെ തുടക്കമുള്ള പദങ്ങളാണ്. പക്ഷെ അങ്ങനെ ചില പദങ്ങൾ ഒരു സെന്റൻസിൽ വരുന്നതുകൊണ്ട് അതൊരു അർത്ഥവത്തായ ചോദ്യം ആവണമെന്നില്ല. വാട്ട് ഈസ് എ സ്മെൽ ഓഫ് ഇമാജിനേഷൻ എന്നൊരാളേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാചികമായ ഒരു ചോദ്യമാണ്, പക്ഷെ അതിനകത്ത് വലിയ കഥയില്ല. അതൊക്കെ വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. വിറ്റ്ജൻസ്റ്റൈൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. പ്രശസ്തനായിട്ടുള്ള ജർമ്മൻ ശാസ്ത്രജ്ഞനായ വിറ്റ്ജൻസ്റ്റൈൻ ഒരിക്കൽ ആർമിയിൽ, കെട്ടുകഥയാണോ എന്ന് എനിക്കറിയില്ല, ആർമിയിൽ ചേരാനായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ ആർമി ബോർഡ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ജീവന് എന്ത് മൂല്യമാണ്, എന്ത് വിലയാണ് കൽപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു ഒരു $574 എന്ന് പറഞ്ഞു. അപ്പൊ ബോർഡ് ആകെപ്പാടെ അന്തിച്ചു. എന്താണ് നിങ്ങൾ $574 എന്ന് പറയാൻ കാര്യം? എന്താ 575 ആയിക്കൂടെ, 1000 ആയിക്കൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ഈ 574 പകരം വേറെ ഏത് സംഖ്യ പറഞ്ഞാലും നിങ്ങൾ ഇതേ ചോദ്യം എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ശീലത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടോ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടോ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് കൊണ്ട് മാത്രമായില്ല, ആ ചോദ്യത്തിന് കഴിവുണ്ടായിരിക്കണം. റിച്ചർഡ് ഡോക്കിൻസിന്റെ 2009 പ്രശസ്തമായിട്ടുള്ള ഇവല്യൂഷനെ കുറിച്ചുള്ള പുസ്തകമാണ് ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത്, ഭൂമിയിലെ ഏറ്റവും മഹത്തായ ദൃശ്യവിസ്മയം എന്നാണ് അതിന്റെ പേര്. അദ്ദേഹം പറയുന്നു ജൈവ പരിണാമമാണ് ഈ ഭൂമിയിൽ നടന്ന ഏറ്റവും മഹത്തായ ദൃശ്യവിസ്മയം. ഒരു ഏകകോശ ജീവിയിൽ നിന്ന് പരിണമിച്ച് സഹസ്ര കോടി കോശങ്ങളുള്ള ജീവികളായിട്ട് ഇന്ന് നമ്മൾ മാറിയിരിക്കുന്നു. പല പല ജീവികൾ, മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികൾ. അവിടെ നടന്നതിനെയാണ് നമ്മൾ പരിണാമം എന്ന് പറയുന്നത്.
ആ പരിണാമം, ജൈവ പരിണാമം, ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്നാണ് ഡോക്കൻസ് ഈ പുസ്തകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഈ പുസ്തകം പരിണാമം വിശദീകരിക്കുക എന്നുള്ളവരി പരിണാമത്തിനെതിരെയുള്ള അബദ്ധധാരണകളിലേക്ക് ഒരു കടന്നുകയറ്റം, അതിനെ പരിഹരിക്കുക, അതിനുള്ള വിശദീകരണം നൽകുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിന്ന് ശ്രമിക്കുന്നത്. അല്ലാതെ അടിസ്ഥാനപരമായി പരിണാമം എന്താ നമുക്കെല്ലാം അറിയാം. ഒരു ഏകകോശ ജീവിയിൽ നിന്ന് വികസിതമായി പരിണമിച്ച് എന്നുള്ള ഓറഞ്ചും ആപ്പിളും പക്ഷിയും മൃഗവും കുറുക്കനും നരിയും ബാക്ടീരിയയും വൈറസും ഒക്കെ എങ്ങനെ ഉണ്ടായി എന്ന് വിവരിക്കുന്ന ശാസ്ത്രമാണ് പരിണാമശാസ്ത്രം. അത് എങ്ങനെയാണെന്ന് നമുക്കൊരു ധാരണയുണ്ട്. ഇനി ഇത് സംബന്ധിച്ചുള്ള അടിസ്ഥാന സങ്കേതങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. The fact of our own existence is almost too surprising to bear. So is the fact that we are surrounded by a rich ecosystem of animals that more or less closely resemble us, by plants that resemble us a little less and on which we ultimately depend for our nourishment, and by bacteria that resemble our remoter ancestors and to which we shall all return in decay when our time is past. Darwin was way ahead of his time in understanding the magnitude of the problem of our existence, as well as in tumbling to its solution. ഡോക്കൻസ് തന്റെ പുസ്തകത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു. നമുക്കത് വിടാം. നിങ്ങൾ പരിണാമം അംഗീകരിക്കുന്നില്ലെങ്കിൽ, പരിണാമശാസ്ത്രം അംഗീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ മറിച്ച് നിങ്ങളുടെ ഓപ്ഷൻ ഉള്ളത് മനുഷ്യനെ മണ്ണ് കുഴച്ച് ഉണ്ടാക്കുക, അതിനകത്ത് ഊതിക്കയറ്റുക, അങ്ങനെയൊക്കെയുള്ള കഥകളാണ്, തമാശ കഥകളാണ്. അത് വിടുക. പക്ഷെ മാത്രമല്ല, ബൈബിൾ പ്രകാരം അല്ലെങ്കിൽ സെമറ്റിക് ലിറ്ററേച്ചർ പ്രകാരം ഈ ഭൂമി ഉണ്ടായിട്ട് 10,000-ൽ താഴെ വർഷം ആയിട്ടുള്ളൂ. കുറെ കൂടെ എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 6,000-ൽ താഴെ വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇന്ന് നോഹയുടെ പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് ഇന്റർനെറ്റിൽ കൊടുക്കുന്ന അണ്ണന്മാരുള്ള ലോകമാണ്. ചാൾസ് ഡാർവിൻ ഗാലപ്പഗോസ് ഐലൻഡിലേക്ക് പര്യവേഷണം നടത്തിയത് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. നോഹയുടെ പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ തേടിയാണ് അദ്ദേഹം പോയത്. അദ്ദേഹം ഒരു തിയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് സയൻസിൽ യാതൊരു ഡിഗ്രിയും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് താല്പര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ താല്പര്യം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എവറിത്തിങ്. യു നീഡ് നോട്ട് ബി എ സയന്റിസ്റ്റ് ടു ബി സയന്റിഫിക്, ആൻഡ് ടു ബി എ സയന്റിസ്റ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ആർ സയന്റിഫിക്. നമുക്കറിയാം, ഇന്നിപ്പോ രഥം വലിക്കാനും തുലാഭാരം നടത്താനും ഒക്കെ ശാസ്ത്രജ്ഞന്മാർ പോകുന്ന കാലമാണ് അല്ലേ? ISROയിൽ തുമ്പയിൽ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്ന ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് കൊച്ചു തേങ്ങ കിട്ടാനല്ലാത്ത അവസ്ഥ, അത്രയ്ക്ക് ആളുകൾ ഇത് പൊട്ടിക്കാനായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഡാർവിന്റെ ശാസ്ത്രബോധത്തെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് ശാസ്ത്രബോധം ഉണ്ടാകാനായിട്ട് ശാസ്ത്രജ്ഞനാകേണ്ട കാര്യമില്ല. ശാസ്ത്രജ്ഞനായതുകൊണ്ട് ശാസ്ത്രബോധം ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പരിണാമം നിഷേധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആകെ കാണേണ്ടത് ലോകത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് 6000 വർഷം എന്നാണ്. മൊത്തം 6000 വർഷമാണ് ലോകത്തിന്റെ ചരിത്രമെങ്കിൽ 5000 വർഷങ്ങൾ BC 5000 വർഷങ്ങളിലൊക്കെ നിലനിന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു ബൈബിൾ വിശ്വാസിയാണെങ്കിൽ, ഒരു ഖുർആൻ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ചരിത്രം ഐച്ഛിക വിഷയമായിട്ട് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാര്യം നിങ്ങൾ വേറെ ഒന്നും പഠിക്കാനില്ല. കാര്യം പഴയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. 6000 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. അത് തന്നെ വലിയൊരു നേട്ടമായിട്ട് മാറും. റോമാ സാമ്രാജ്യം നിലനിന്നില്ല, 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള റോമാ സാമ്രാജ്യം നിലനിന്നില്ല എന്നൊരാൾ പറയുകയാണെന്ന് ഇരിക്കട്ടെ. പറയുകയാണ് റോമാ സാമ്രാജ്യം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നോക്കുമ്പോൾ റോമാ സാമ്രാജ്യം നമ്മുടെ മുന്നിൽ ഇല്ല. പക്ഷെ റോമാ സാമ്രാജ്യം ഇവിടെ നിലനിന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ഒരുപക്ഷെ ഞാനിന്ന് നിൽക്കുന്ന സ്ഥലം കുഴിച്ചു നോക്കിയാൽ ഒരു റോമൻ നാണയം കണ്ടെത്തിയെന്നിരിക്കും. അവരെഴുതിയിട്ടുള്ള അവരുടെ സാഹിത്യങ്ങൾ, അവരുടെ കൃതികൾ, അവരുടെ ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ എത്രയോ റോമൻ പദങ്ങളാണുള്ളത്, ലാറ്റിൻ പദങ്ങളാണുള്ളത്. നമ്മളുടെ മുഴുവൻ ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിലൊക്കെ എത്രയോ റോമൻ സ്വാധീനം ലോകമെമ്പാടും ഇങ്ങനെ വാരി വിതറപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരാൾ പറയാണ് റോമാക്കാർ ഒരിക്കലും ഉണ്ടായിട്ടില്ല, റോമ സാമ്രാജ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. എത്ര അപഹാസ്യമായിരിക്കും അത്. അതിന് തുല്യമാണ് പരിണാമം സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരാളുടെ മനസ്ഥിതി. നിങ്ങൾക്കറിയാം 1859 ഒറിജിൻ ഓഫ് സ്പീഷീസ്. വാലസിനും ഡാർവിനും ഒരേ സമയം തോന്നിയ ഒരു ആശയമെങ്കിലും ഡാർവിനാണ് അത് ലോക പ്രശസ്തമാക്കിയത്. അതിന് ശേഷം ഒരിക്കലും ലോകം ഇറ്റ് വാസ് നെവർ ദ സെയിം ആഫ്റ്റർ ദാറ്റ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരിക്കലും സമാനമായിരുന്നില്ല, അല്ലെങ്കിൽ അതുപോലെ ആയിരുന്നില്ല. റിച്ചർഡ് ഡോക്കിൻസ് പരിണാമശാസ്ത്രജ്ഞ നിലയിൽ ഇന്ന് ലോകത്ത് നിങ്ങൾ ലണ്ടൻ തെരുവീതികളിലൂടെ നടന്നു പോകുന്ന ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ കുട്ടികളോട് ചോദിച്ചു നോക്കുക, ഇന്ന് ചാൾസ് ഡാർവിന്റെ ഏറ്റവും ശക്തനായ വക്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 പേരിൽ 9 പേരും പറയും റിച്ചർഡ് ഡോക്കിൻസ് ആണെന്ന്. അത്രയ്ക്ക് കൃത്യമായും വ്യക്തമായും ഡാർവിനിസത്തെ പ്രതിരോധിക്കുന്ന വ്യക്തിയാണ് റിച്ചർഡ് ഡോക്കിൻസ്. ഈസ് ഓൾസോ നോൺ ആസ് ദ ഡാർവിൻസ് റോട്ടീല.
ഡാർവിന്റെ റോട്ടേലോ എന്ന് പറയുന്ന ഒരു സങ്കര ഇനത്തിൽപ്പെട്ട ഒരു നായയാണ്. അത്രയ്ക്ക് ശക്തമായ ഫെറോഷ്യസ് ആയി അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് നടത്തിയിട്ടുള്ള മറ്റ് സയന്റിസ്റ്റുകൾക്ക് ഒരു അസൂയ ഉണ്ടാക്കുന്ന രീതിയിൽ ഡോക്കിൻസ് ഡാർവിനിസം പ്രതിരോധിക്കുന്നു. എങ്ങനെയാണ് പരിണാമം സംഭവിക്കുന്നത്? ഞാൻ പറയുന്നു, നമ്മൾക്ക് ബാക്ടീരിയകളുമായി ബന്ധമുണ്ട്, ഓറഞ്ചുമായി ബന്ധമുണ്ട്, ആപ്പിളുമായി മരച്ചീനിയുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഇതെന്ത് ബന്ധം എന്ന് നമ്മൾക്ക് ആദ്യം തോന്നും. മരച്ചീനിയായിട്ടൊക്കെ, മരച്ചീനി ഇങ്ങനെ താഴോട്ട് പോവില്ലേ, നമ്മൾ മേലോട്ട് പോവില്ലേ, ആപ്പിളുമായിട്ട് എന്താ ബന്ധം? പലർക്കും വേറെ ധാരണയുണ്ട്, നമ്മൾ കുരങ്ങിൽ നിന്നാണ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്, മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ കുരങ്ങെല്ലാം എന്താ ഇപ്പൊ വീണ്ടും കാഴ്ചബംഗ്ലാവിൽ കിടക്കുന്ന അയ്യയ്യേ കുക്കൂയി എന്നൊക്കെ പറയുന്ന ചില കാര്യം അറിയാവുന്ന സൃഷ്ടിവാദികൾ ആരും പറയില്ല. പക്ഷെ സാധാരണ ജനങ്ങളെല്ലാം പറയുകയാണ്, നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങൾ മനുഷ്യരെല്ലാം കുരങ്ങിൽ നിന്നുണ്ടായെന്ന് പറയുന്നു. എന്നിട്ട് കുരങ്ങ് ഇപ്പോഴും അവിടെ നിൽക്കുന്നു, കുരങ്ങ് പരിണമിക്കുന്നില്ലല്ലോ. ദിവസം ഒരു 10 പോസ്റ്റ് വെച്ച് ഫേസ്ബുക്കിനകത്ത് കാണാൻ കഴിയും ഇതേ ചോദ്യം വെച്ചുകൊണ്ട്. അബദ്ധധാരണയാണത്. മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായ ഒരു ജീവി അല്ല. മനുഷ്യനും കുരങ്ങും ഒരു പൊതുപൂർവികനെ പങ്കിടുന്നു എന്നാണ് പരിണാമം പറയുന്നത്. കുരങ്ങ് പരിണമിച്ച് മനുഷ്യനോ, മനുഷ്യൻ പരിണമിച്ച് ആനയോ, ആന പരിണമിച്ച് ആടോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് സൃഷ്ടിവാദം, അതാണ് മാജിക്. അത് പരിണാമ സിദ്ധാന്തം അല്ല. പരിണാമ സിദ്ധാന്തത്തിൽ അത്ഭുതകരമായിട്ടുള്ള ക്ഷിപ്രമായിട്ടുള്ള ഒന്നും സംഭവിക്കില്ല. പടിപടിയായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും അതിലുണ്ടാവുക. എന്താണ് പരിണാമത്തിന്റെ ജീവവായു അല്ലെങ്കിൽ ഓക്സിജൻ എന്ന് പറയാവുന്ന നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം? ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുമ്പോൾ പലരും കരുതും ജീവികളെ എല്ലാം പ്രകൃതി എന്ന് പറയുന്ന ഒരു ശക്തി അപ്പോൾ വരുവാണ്. അവിടെ ഒരു ശക്തി ഇരുന്ന് കൺട്രോൾ ചെയ്ത് പല പല സാധനങ്ങളാക്കി മാറ്റുന്നു. ഇതാണ് ചിലർക്ക് പെട്ടെന്നുണ്ടാവുന്ന ഒരു ഇംപ്രഷൻ. ഇത് വരാൻ കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ശക്തി വിശ്വാസമുണ്ട്. മനുഷ്യൻ ചിമ്പൻസി പോലെയുള്ള ജീവികൾക്കുണ്ടായിരുന്ന മസ്തിഷ്കം പരിണമിച്ചാണ് നമ്മുടെ മസ്തിഷ്കം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ മസ്തിഷ്കത്തെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു രൂപം അല്ലെങ്കിൽ ഒരു ഘടന അല്ലെങ്കിൽ ഒരു സത്ത ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം നിർദ്ധരിക്കാൻ സാധിക്കില്ല. ഇപ്പൊ രൂപരഹിതമായ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിയിട്ടില്ല. നമ്മൾ വെറുതെ ചുമ്മാതെ ബ്ലാ ബ്ലാ അടിച്ചുകൊണ്ടിരിക്കുക എന്നല്ല, നമുക്കൊരു ധാരണയില്ല അതിനെക്കുറിച്ച്. പക്ഷേ നേരെ തിരിച്ചാണ്, എന്തെങ്കിലും ഒരു ശക്തിയിലേക്കോ ഒരു രൂപത്തിലേക്കോ കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, ഒരു കൊച്ചുകുട്ടിയെ ഒരു മേശമേൽ ചെന്ന് തട്ടുമ്പോൾ അവന് വേദനിക്കുന്നു, അവൻ ചിണുങ്ങി കരഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പൊ നമ്മൾ പറയുന്നത്, മോനെ കരയാതെ, ഒന്നും പറ്റില്ല, നീ പോട്ടെ പോട്ടെ എന്നൊക്കെ പറഞ്ഞാലും അവൻ കരച്ചിൽ നിർത്തുന്നില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ ചെന്ന് മേശയുടെ മേളിൽ ചെന്ന് 2 അടി, നീ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് പറഞ്ഞ് മേശയ്ക്ക് 2 അടി കൊടുക്കാമെങ്കിൽ കുട്ടി തിരിഞ്ഞു നോക്കിയിട്ട് അവന്റെ മുഖത്തൊരു വല്ലാത്ത ആശ്വാസം വരും. അവൻ പിന്നെ കരയുന്നില്ല. കാര്യം എന്താണ്? ഈ മേശയ്ക്കുള്ളിലുള്ള ആരോ ഒരാൾ അല്ലെങ്കിൽ എന്തോ ഒന്ന്, ഒരു ശക്തി, ഒരു രൂപം, എന്തോ ഒരു സാധനം, അതാണ് തന്നെ മർദ്ദിച്ചത് അല്ലെങ്കിൽ ഉപദ്രവിച്ചതെന്ന് ഈ കുട്ടി പെട്ടെന്ന് അങ്ങ് ധരിക്കും. ഇത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രശ്നമാണ്. ഇങ്ങനെയാണ് ആകാശത്തിന്റെ മേളിൽ ഇരുന്ന് ഓരോരുത്തർ പുസ്തകം ഇറക്കുന്നെന്നും, മഴ പെയ്യാനായിട്ട് ഓരോരുത്തർ ദേവതകൾ വേറെ എന്തോ ചെയ്യുന്നെന്നും, കാട്ടുതീ ഉണ്ടാക്കാനായിട്ട് ആരാണ്ട് ലൈറ്റ് ബോക്സ് കത്തിക്കുന്നെന്നും ഒക്കെ ഇങ്ങനെ ഈ രൂപങ്ങളും ഘടനകളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് വല്ലാത്തൊരു അദമ്യമായിട്ടുള്ള ഒരു ത്വര നമ്മുടെ മസ്തിഷ്കത്തിനുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അങ്ങനെ ഒരു രൂപമോ ഒരു ഘടനയോ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് സാധനം പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോ മേഘത്തിൽ നമ്മുടെ മുത്തച്ഛനെ കാണാൻ കഴിയും. ഇരുമ്പ് വരുന്ന തിരമാലകൾക്ക് പിന്നിൽ ആരോ ഇങ്ങനെ തള്ളി കൊടുക്കുന്നതായിട്ട് നമുക്ക് പെട്ടെന്ന് ഭാവനയിൽ കാണാൻ കഴിയും. ഇതാണ് എസൻഷ്യലിസം അഥവാ സത്താവാദം എന്ന് പറയുന്നത്. ഈ സത്താവാദത്തിന്റെ തൊഴുത്തിൽ പറഞ്ഞതാണ് നമ്മളുടെ എല്ലാ മതസങ്കല്പങ്ങളും. ഒരു വ്യക്തി, ഒരു ശക്തി, ഒരാള്, ഒരു സാധനം, ഇങ്ങനെയുള്ള അത് പ്രാഥമികമായ പ്രാകൃതമായ യുക്തിവാദമാണ്. അത് പെട്ടെന്ന് ഒരാൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ആരെയും നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഒരു കുഴിയിൽ തള്ളിയിടാമെന്ന് പറയുന്നോണം. കുഴിയിൽ തള്ളിയിടാൻ നമ്മൾ ജസ്റ്റ് ഒരു പുഷ് കൊടുത്താൽ മതി. ഒരു കഥ പറയുകയോ ഒരു വിശ്വാസത്തിലേക്ക് ഒരാളെ തള്ളിയിടാൻ എളുപ്പമാണ്. ഒരു കുഴിയിലേക്ക് ജസ്റ്റ് 3-4 കഥകളും കുറെ ഭീഷണികളും ഒക്കെ ആകുമ്പോൾ ആൾ വീഴും. പക്ഷെ അതിനകത്ത് പിടിച്ചു കയറ്റാൻ വലിയ പ്രയാസമാണ്. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വസ്തുത നടക്കാനുള്ള നിരവധി സാധ്യതകളുണ്ടെന്നിരിക്കട്ടെ. അതിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ പോസിബിലിറ്റി ഉള്ള സാധ്യതയാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായാലും ഞാൻ സിമ്പിളായിട്ട് പറയാം. നമ്മൾ കല്ലെടുത്ത് മേലോട്ട് എറിയാം, അത് താഴെ വീഴുന്നു, അതാണ് നാച്ചുറൽ സെലക്ഷൻ. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തോന്നിയില്ല. കല്ലെടുത്ത് മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ മേലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, വശങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്, തിരിച്ച് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ നടക്കുന്ന ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് തിരിച്ചു വരിക എന്നുള്ളതാണ്. അത് തിരിച്ചു വരാമെന്നുള്ള ഒരു കരാറൊന്നും ഉണ്ടായിട്ടല്ല, ആരെങ്കിലും പിടിച്ച് താഴോട്ട് ഇടുന്നൊന്നുമല്ല. അവിടെയുള്ള
അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതാണ് സംഭവിക്കാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു ഇവന്റ്. ആ ഇവന്റ് അല്ലെങ്കിൽ ആ സംഭവം അവിടെ ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ സെലക്ഷൻ വഴി ജീവികൾ ഉണ്ടാകുന്നത്, ഇപ്പൊ മനുഷ്യനെ, ഇപ്പൊ ജബ്ബാർ മാഷ് പറഞ്ഞോണം, എല്ലാ ബാക്ടീരിയയൊക്കെ ഇങ്ങനെ പരിണമിച്ച് മനുഷ്യനെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളൊരു കരാറോ കോൺട്രാക്റ്റോ അല്ല പരിണാമം. മനുഷ്യനുണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മനുഷ്യനുണ്ടാകാം, മനുഷ്യൻ ഉണ്ടായിക്കൂടാന്ന് നിർബന്ധമില്ല. ചില സൃഷ്ടിവാദികളൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും, ഇങ്ങനെ മനുഷ്യന് മാത്രം വിശേഷ ബുദ്ധി ഉണ്ടാകണം എന്നെന്താ നിർബന്ധം? തിരിച്ചൊരു ചോദ്യം ഇല്ലേ, മനുഷ്യന് നിർബന്ധ ബുദ്ധി ഉണ്ടായിക്കൂടാ എന്നാർക്കാ നിർബന്ധം? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമല്ലോ. അങ്ങനെ ആർക്കെങ്കിലും നിർബന്ധമുണ്ടോ? അങ്ങനെ ഒരു നിക്കറും കെട്ടി ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? മനുഷ്യന് നിർബന്ധ വിശേഷ ബുദ്ധി ഉണ്ടായിക്കൂടാ? അങ്ങനെയില്ല. പലതിനും നിർബന്ധ ബുദ്ധി, വിശേഷ ബുദ്ധി ഇല്ല. പലതിനും കുറേശ്ശെ വ്യത്യസ്തമായ അളവുകളുണ്ട്. മനുഷ്യന് കൂടുതലുണ്ട്. എല്ലാ മനുഷ്യർക്കും ഒരേ തോതിലില്ല. ചില മനുഷ്യർ ഇപ്പോഴും വാനരെ പോലെ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, നമുക്ക് സ്ലൈഡുകളിൽ കാണാൻ കഴിയും. എല്ലാ മനുഷ്യരും വൈസ് ചാൻസലറും PhD ഒന്നും അല്ല. ഇപ്പോഴും മൃഗതുല്യമായി ജീവിക്കുന്ന മനുഷ്യർ, ഇതേ 1350cc ബ്രെയിനുമായിട്ട് നമ്മുടെ അതേ ഫാക്കൽറ്റിയുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. അവരെല്ലാം നമ്മളുടെ എല്ലാം ശാരീരിക സവിശേഷത ഉള്ളവരാണ്. അപ്പൊ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, there is no nature and there is no selection in natural selection. പ്രകൃതി നിർദ്ധാരണത്തിൽ പ്രകൃതിയില്ല, നിർദ്ധാരണമില്ല. നിർദ്ധാരണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം, നമ്മളൊരു തുണിക്കടയിൽ കയറി വിവിധ വസ്ത്രങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വസ്ത്രം തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ ഇല്ല. അങ്ങനെ തിരഞ്ഞെടുക്കാൻ ആളുമില്ല. ഈ പ്രകൃതി എന്ന് പറയുന്ന പലരും പ്രകൃതി ഒരു ശക്തിയായിട്ട് കാണും. പ്രകൃതി ഒരു ശക്തിയല്ല. പ്രകൃതി എന്ന് പറഞ്ഞാൽ അവിടെ ആബ്സെന്റ് ആണ്. സംതിങ് നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ഏജന്റ് അല്ല. അവിടെ ഒരു ശക്തി ഇരുന്ന് പിക്കപ്പ് ചെയ്യുകയോ അവിടെ ഒരു സെലക്ഷൻ നടക്കുന്നില്ല. അവിടെ പ്രകൃതി എന്ന് പറയുന്ന ഒരാളും ഇല്ല. പക്ഷെ നമ്മുടെ ഭാഷയുടെ പരിമിതി കൊണ്ട് നമ്മളതിനെ പ്രകൃതി നിർദ്ധാരണം, അതായത് നാച്ചുറൽ, സ്വാഭാവികമായ നിർദ്ധാരണം എന്നാണ് കറക്റ്റായിട്ട് പറയേണ്ടത്. സോ ഐ റെക്കമെൻഡ് എ കറക്ഷൻ ഇൻ മലയാളം. സ്വാഭാവികമായ തെരഞ്ഞെടുപ്പ്, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പ്രകൃതിപരമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രകൃതിയെ ഒരു ശക്തിയായിട്ടൊക്കെ ആളുകൾ കണ്ടുകളയും. ദൈവം ഇല്ലെങ്കിൽ പ്രകൃതി, ദൈവത്തിന് പകരം നിങ്ങൾ ഒരാളെ കണ്ടെത്തിയല്ലോ എന്നൊക്കെ ആശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ കാര്യമില്ല. അതാണ് പറയുക, ഇറ്റ്സ് എ ലൈക്ലി ഔട്ട്കം വിത്ത് മാക്സിമം പോസിബിലിറ്റി ഓഫ് റിയലൈസേഷൻ ഇൻ എ ഗിവൺ കണ്ടീഷൻ. ഒരു സാഹചര്യത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ സാധ്യത, അതാണ് നാച്ചുറൽ സെലക്ഷൻ. അത് ഞാൻ വളരെ വളരെ സാധാരണവൽക്കരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഒരു കല്ലെടുത്ത് മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വീഴുക എന്നുള്ളതാണ്. ജസ്റ്റ് ലൈക്ക്. ഇനിയാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ശക്തന്റെ അല്ലെങ്കിൽ ബലവാന്റെ അല്ലെങ്കിൽ ഏറ്റവും മികച്ചവന്റെ അതിജീവനം. ബീജത്തിന് ജീവനുണ്ട്, അണ്ഡത്തിന് ജീവനുണ്ട്. ബീജത്തിന് 23 ക്രോമസോം, അണ്ഡത്തിൽ 23 ക്രോമസോം, മൊത്തം 46 ക്രോമസോം. ഒറ്റ ക്രോമസോമും അധികം ഉണ്ടാകുന്നില്ല. രണ്ടിനും ജീവനുണ്ട്, രണ്ടും ചേർന്നുണ്ടാകുന്നതിനും ജീവനുണ്ട്. പുതുതായിട്ടൊന്നും ഉണ്ടാകുന്നില്ല. അവിടെ ഒരു പുതിയ ജീവനും ഉണ്ടാകുന്നില്ല. നത്തിങ് ന്യൂ ഹാപ്പൻസ്. ചില പറയും ഒരു പുതിയ ജീവൻ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ജ്യോതിഷമൊക്കെ നോക്കുന്നുണ്ട്. എന്താ ജീവൻ ഉണ്ടാവുക? അണ്ഡത്തിനും ബീജത്തിനും ജീവൻ ഉണ്ടെങ്കിൽ, അണ്ഡവും ബീജവും ചേർന്നുണ്ടാകുന്ന സിക്താണ്ഡത്തിന് ജീവൻ ഉണ്ടെങ്കിൽ വേറെ എന്താ അവിടെ ഒരു പുതിയ ജീവൻ? 250 പൈസ കയ്യിൽ വെക്കുന്നു. 250 പൈസ വെച്ച് 1 രൂപയാകുന്നു. 23 ക്രോമസോം, 23 ക്രോമസോം, 46, 47 ഇല്ല, 45 ഇല്ല. വളരെ കൃത്യം. അവിടെ യാതൊരു പ്രത്യേകത ഉണ്ടാവുന്നില്ല. അപ്പൊ മനസ്സിലാക്കേണ്ട ഇതാണ്, എന്തുകൊണ്ടാണ് ഒരു ജീവി പരിണമിക്കുന്നത്. അപ്പൊ പലരും പറയാറുണ്ട്, തണുപ്പ് പരിസ്ഥിതിയിലുള്ള ജീവിക്ക് തണുപ്പിനെ നേരിടാനായിട്ടുള്ള കട്ടിയുള്ള തൊലി ഉണ്ടാവും എന്ന് പറയും. അതെങ്ങനെ ഉണ്ടാവുക? ആ ജീവി തീരുമാനിക്കുക, ആഹാ നല്ല തണുപ്പ്, അതുകൊണ്ട് കട്ടിയുള്ള ഒരു തൊലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങ് പരിണമിക്കുക, അല്ലെങ്കിൽ തീരുമാനം എടുക്കുകയല്ല. ഒരു ജീവിക്കും തനിക്ക് ആവശ്യമായിട്ടുള്ള പരിണാമം സെലക്ട് ചെയ്യാൻ മനുഷ്യൻ ഒരുപക്ഷെ ഇനി കഴിഞ്ഞെന്നിരിക്കും. നമ്മൾ കാര്യങ്ങൾ കണ്ടെത്തിയുണ്ട്. ഒരു ജീവിയും അറിഞ്ഞുകൊണ്ടല്ല പരിണമിക്കുന്നത്. അറിഞ്ഞാലൊട്ട് പരിണമിക്കാൻ സാധിക്കുകയില്ല. ഇത് സംതിങ് ലൈക്ക് എന്താ പറയുക, ആരോ ഇൻ ഡാർക്ക്നെസ് പോലെയാണ്. ഒരു അന്ധകാരത്തിലേക്ക് എഴുതുവിടുന്ന ഒരു അസ്ത്രം പോലെയാണ് പരിണാമം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പലതരം ജീവി, ഉദാഹരണമായിട്ട് ഈ 10000 തരം ശലഭങ്ങൾ എന്തിനാ? ഒരു ശലഭം പോരെ. ഇതൊക്കെ ഉണ്ടാകുന്ന ഓരോരോ മൈനർ മ്യൂട്ടേഷൻ വഴിയുള്ള വേരിയേഷൻസ് ആണ്. ഈച്ചകൾ തന്നെ 1.5 ലക്ഷം ഈച്ചകൾ ഉണ്ടാവാൻ കാര്യം, ഇത്ര ഈച്ചകൾ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അവിടെ നടക്കുന്ന ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ പലതും പലതായി പോവുകയാണ്, വലിച്ചെറിയാണ്. നമ്മൾ ഉദാഹരണമായിട്ട് ഞാൻ വേറൊരു കാര്യം പറയും. നാച്ചുറൽ സെലക്ഷൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നമ്മളുടെ കുട്ടിയുടെ അല്ലെങ്കിൽ സന്താനോൽപാദനം. ഒരു അണ്ഡത്തിലേക്ക് കുതിച്ചു ചെല്ലുന്നത് ഏതാണ്ട് 20 ലക്ഷം ബീജങ്ങളാണ് ഒരു സമയം. ഒരു ഡിസൈനർ, ഒരു ആസൂത്രകൻ ഉണ്ടെങ്കിൽ ഒരണ്ഡം ഒരു ബീജം, അത് മാത്രമേ അവിടെ സെലക്ഷൻ നടക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഒരണ്ടോ ഒരു ബീജവും മതി കുട്ടി ഉണ്ടാവാൻ. പക്ഷെ 20 ലക്ഷം ബീജങ്ങളാണ് ഇതിലേക്ക്
ഇരച്ചു പാഞ്ഞു ചെല്ലുന്നത്. കാര്യം എന്താണ്? നമ്മൾ ഒരു പിടി കല്ലും മണ്ണും വാരി ഒരു മാങ്ങ എറിയുന്നത് പോലെ ഏതെങ്കിലും ഒന്ന് കൊള്ളട്ടെ, ഏതെങ്കിലും ഒരെണ്ണം കിട്ടട്ടെ എന്നുള്ള അർത്ഥമാണ്. ഇതാണ് ആസൂത്രണമില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ സംഭവിക്കുക. ആസൂത്രണം ഉണ്ടെങ്കിൽ കൃത്യമായ ഒരു ബീജം, കൃത്യമായ ഒരു അണ്ടം, ഒരു സൈഗോട്ട്, ഒരു കുട്ടി, അങ്ങനെ ഒരു ആസൂത്രണം കാണാനില്ല. നാച്ചുറൽ സെലക്ഷൻ പറയുന്നു, നാച്ചുറൽ സെലക്ഷനിൽ ഒരുപാട് പൂമ്പടി ഇങ്ങനെ എന്തിനാണ് ആവശ്യമുള്ളതിന്റെ 100 ഇരട്ടി പൂമ്പടി വരെ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളുണ്ട്. എന്തുകൊണ്ടാണ്? നാച്ചുറൽ സെലക്ഷൻ. കാര്യം ഏതെങ്കിലും ഒരെണ്ണം അതിനനുസരിച്ച് ആ ഓവർ പ്രൊഡക്ഷനെ നേച്ചർ എന്ന് പറയുമ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് ശക്തിയല്ല, ഓവർ പ്രൊഡക്ഷൻ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ് നാച്ചുറലായിട്ട്. അതുകൊണ്ടാണ് പൂമ്പടി കൂടുന്നതും അതുപോലെ തന്നെ ബീജങ്ങൾ കൂടുന്നതും ഒക്കെ ഇതുകൊണ്ടാണ്. ഒരു നാച്ചുറൽ സെലക്ഷൻ പ്രോസസ്സ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഒരു ജീവിക്കും പരിണമിക്കുന്നത് എങ്ങനെയാണ്, പരിണമിക്കണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തീർച്ച ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ പരിണാമം എന്ന് പറയുന്നത് ദിശയില്ലാത്ത ഒന്നാണ്. എല്ലാ ജീവികളെയും കൊണ്ടുവന്ന് മനുഷ്യരാക്കാം, മൃഗങ്ങളാക്കാം, മാമൽസ് ആക്കാം എന്നുള്ള അല്ല പരിണാമം. പലരുടെയും ഒരു ധാരണയുണ്ട്, ആദ്യമൊക്കെ സസ്യങ്ങളുണ്ടായി പിന്നെ ജന്തുക്കളുണ്ടായി. അങ്ങനെയല്ല. ആദ്യം ഉണ്ടായത് 350 കോടി വർഷങ്ങൾക്ക് മുമ്പ് സയനോര ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയകളാണ് ആദ്യം ഉണ്ടായത്. ഈ ബാക്ടീരിയകൾ ഏതാണ്ട് 250 വർഷം ഭൂമി തകർത്ത് അവർ മാത്രമായിരുന്നു അധിവസിച്ചത്. 250 കോടി വർഷം. അതിനുശേഷമാണ് ഏതാണ്ട് 150 കോടി വർഷം പിന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ബഹുകോശ ജീവികളെ കണ്ടുപിടുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് ടൈലോബ്രൈറ്റുകളുടെ കാലം വരുന്നു. കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഭൂമിയിലെ ഇപ്പോഴുള്ള ഫൈലങ്ങളിൽ മിക്കവയും കണ്ടെത്താൻ കഴിഞ്ഞ ഒരു 4-5 കോടി വർഷമാണ്, 1-2 വർഷമല്ല. കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ പലരും പറയും അതൊരു പോയിന്റിൽ എല്ലാം കൂടെ വന്നതാണ്. എല്ലാം കൂടെ അല്ല, 5 കോടി വർഷമാണത്. 5 കോടി വർഷമാണ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. കാര്യം 500 കോടി വർഷത്തെ അല്ലെ 450 കോടി വർഷത്തെ കണക്ക് പറയുമ്പോൾ 5 കോടി വർഷം കൊണ്ട് സംഭവിച്ചതിനെ നമ്മളൊരു എക്സ്പ്ലോഷൻ എന്ന് പറയും കമ്പാരിറ്റീവ്ലി. അല്ലാതെ കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാ ജീവികളും വന്നു എന്നല്ല അർത്ഥം. ജീവികൾ വന്നിട്ടാണ് ശരിക്കും സസ്യങ്ങൾ വരുന്നത്. നമ്മൾ ഈവൻ പായൽ പോലെയുള്ള സസ്യങ്ങൾ പോലും ഇവിടെ ജീവികൾ ഉണ്ടായതിനു ശേഷം ഉണ്ടായതാണ്. നമ്മൾ കാണുന്ന പല സസ്യങ്ങൾക്കും നമ്മളെ പല ജീവികളെക്കാളും പ്രായവും ചരിത്രവും കുറവാണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ജീവിയെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആദ്യം സസ്യത്തെ ഉണ്ടാക്കുകയോ അങ്ങനെ ഒരു അടിസ്ഥാനപരമായ ഘട്ടം ഘട്ടമായിട്ടൊന്നുമല്ല പരിണാമം പോകും. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ഞാൻ പറഞ്ഞു, അന്ധമാണ്. ഇറ്റ് ഈസ് വിത്തൗട്ട് ഡയറക്ഷൻ, ഇറ്റ് ഈസ് ബ്ലൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് വിത്തൗട്ട് പർപ്പസ്. ഒരു ജീവിയെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നിലനിർത്തുക എന്നുള്ള യാതൊരു ഉപാധിയില്ല. ഇപ്പോൾ മതവാദം അനുസരിച്ച് ഏതെങ്കിലും ഒരു ജീവി ഉണ്ടാകുകയാണെങ്കിൽ അത് അവൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം അന്യൂനമായിരിക്കണം. പക്ഷെ നമുക്കറിയാം വംശനാശം സംഭവിച്ച ഒരുപാട് ജീവികളുടെ ശവപ്പറമ്പാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ഡൈനസോറുകൾ ഉൾപ്പെടെയുള്ള എത്രയോ ജീവികൾ വംശനാശം സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. എത്രയോ ജീവികൾ വംശനാശ ഭീഷണി നേരിടുന്നു. ഇനിയും ഇത് സംഭവിക്കും. കാര്യം വെച്ചെന്താണ്? അർഹതയുള്ളതിൻ്റെ മാത്രം അതിജീവനമെന്ന് ഡാർവിൻ വിഭാവന ചെയ്ത ആ സങ്കല്പം അനുസരിച്ച് നിലനിൽക്കാത്തപ്പോൾ വീണുപോകും. അങ്ങനെ വീണുപോകുക ശരിക്കും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതൊരു പെർഫെക്ഷൻ ആയിട്ടുള്ള സൃഷ്ടിയാണെങ്കിൽ അങ്ങനെ വീഴില്ല. കാര്യം അവൻ്റെ ആസൂത്രണത്തിലും അവൻ്റെ സൃഷ്ടിയിലും, സൃഷ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ സങ്കല്പിച്ചാൽ അതിന് ന്യൂനത ഉണ്ടാവില്ല. കാര്യം അവൻ എല്ലാം അറിയുന്നവനാണ്, അവൻ സർവശക്തനാണ്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ദിനോസോർ പോലെയുള്ള ജീവികൾ, അതുപോലെ എത്രയോ ജീവികൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവികൾ ഇന്നില്ല. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ജീവിയെ സംരക്ഷിക്കാമെന്നുള്ള ഒരു കരാറും പരിണാമത്തിലില്ല. മനുഷ്യനെ സംരക്ഷിക്കാമെന്നുള്ള കരാറും ഇല്ല. പക്ഷെ മനുഷ്യൻ സ്വയം സംരക്ഷിക്കുന്നു, അവൻ്റെ ബുദ്ധിയുണ്ട്. ഒരുപാട് ജീവികൾ ഇത്രയും ബുദ്ധിയില്ലാതെ സുഖമായി സംരക്ഷിക്കപ്പെട്ടു പോകും. ഇനി മറ്റു ചിലർ പറയാറുണ്ട്, ചില ജീവികൾ വളരെ സിമ്പിളാണ്, ചില ജീവികൾ വളരെ കോംപ്ലക്സ് ആണ്. സിമ്പിളായിട്ടുള്ള ജീവികളെല്ലാം കുറഞ്ഞ പരിണാമത്തിൽ കുറഞ്ഞ അവസ്ഥയിലാണ്, കോംപ്ലക്സ് ആയിട്ടുള്ളവ കൂടിയ അവസ്ഥയിലാണ്. അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. സിമ്പിൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ കാണുന്നതാണ്. ചില ജീവികൾ കുറെ കൂടെ മോഡേൺ ആണ്, ചില ജീവികൾ കുറെ കൂടെ പ്രാകൃതമാണെന്ന് പറയാറുണ്ട്. അതും തെറ്റാണ്. ഉദാഹരണമായിട്ട് കുതിരയുടെ കുളമ്പും മനുഷ്യന്റെ പാദവും എടുത്തു നോക്കുക. ഇതിൽ നമ്മൾ കാണാൻ കഴിയും മനുഷ്യന്റെ പാദമാണ് കുതിരയുടെ കുളമ്പിനേക്കാൾ പ്രാചീനം. കാര്യം 5 വിരലുള്ള നമ്മുടെ പാദം ഉണ്ടായ ഒരുപാട് ശേഷമാണ് കുതിരയുടെ കുളമ്പുണ്ടായത്. പക്ഷേ കുതിരയ്ക്കും ശേഷമാണ് ചരിത്രത്തിൽ മനുഷ്യനുണ്ടാകുന്നത്. അപ്പോൾ മനുഷ്യന്റെ കാലിന്റെ പണി പണ്ടേ തീർന്നിരുന്നു. അത് പല പല ജീവികളിലൂടെ നമുക്ക് കിട്ടുമ്പോൾ നമുക്കിരിക്കുന്ന ഒരു പ്രാചീനമായ കാലിന്റെ ഡിസൈനാണ് നമുക്കിരിക്കുന്നത്. അത് നമ്മളെക്കാൾ എത്രയോ പ്രാചീനമായിട്ടുള്ള കുതിരയേക്കാൾ അല്ലെ കുതിരയുടെ കുളമ്പിനേക്കാൾ പ്രാചീനമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടറിയില്ല. ഒരു ജീവി മൊത്തത്തിൽ പ്രാചീനമാണോ നിർബന്ധമില്ല. ആ ജീവിയുടെ മൂക്ക് പ്രാചീനമായിരിക്കും, ചിലപ്പോൾ നാക്ക് മോഡേൺ ആയിരിക്കും, ചിലപ്പോൾ കൈ എന്ന് പറയുന്ന പ്രാചീനമായിരിക്കും. ഇതൊരു കോമ്പിനേഷനാണ്. നമ്മളുടെ ഓരോ അവയവങ്ങളും ഓരോരോ റൂട്ടിൽ നിന്ന് വരുന്നതാണ്.
അങ്ങനെയാണ് പരിണാമത്തിൽ നമുക്കത് മോളിക്കുലർ ബയോളജിയിൽ നമ്മളിപ്പം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു കമ്പാക്ട് പ്രൊഡക്ഷൻ അല്ല. എല്ലാം അസംബിൾ ചെയ്ത എല്ലാ പാർട്ടും ഒരേ ചരിത്രമുള്ളവയല്ല. നമ്മുടെ ഓരോ അവയവത്തിനും വ്യത്യസ്ത ചരിത്രം തന്നെയാണുള്ളത്. അങ്ങനെ ഒരു പീസ് മീലായിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ മറ്റൊന്ന് പറഞ്ഞോളാം, മനുഷ്യനും കുരങ്ങനുമായിട്ടുള്ളത്. മനുഷ്യൻ വന്നത് കുരങ്ങനിൽ നിന്നാണെന്ന് പണ്ടേ പലരും വിശ്വസിക്കുന്നു. മനുഷ്യൻ വന്നത് കുരങ്ങനിൽ നിന്നാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങളൊരു ആൽമരം സങ്കല്പിക്കുക. ഒരു ആൽമരത്തിൻ്റെ വേര്, അതിൻ്റെ തടിത്തണ്ട്, അതിൻ്റെ ശിഖരങ്ങൾ, അതിൻ്റെ ശാഖകൾ, ശാഖോപശാഖകൾ, ചുള്ളിക്കമ്പുകൾ, ഇലകൾ, അങ്ങനെ അറ്റത്ത് നിൽക്കുന്ന ഒരു ഇലയാണ് മനുഷ്യനെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തോട്ട് നിൽക്കുന്ന വേറൊരു ഇലയാണ് ചിമ്പൻസി എങ്കിൽ, വേറൊരു ഇലയാണ് ഒട്ടാവുറങ്ങെങ്കിൽ, വേറൊരു ഇലയാണ് ഗിബണെങ്കിൽ, മനുഷ്യനും ചിമ്പൻസിയുമായിട്ടല്ല ബന്ധം, മനുഷ്യനും അതിൻ്റെ ആ ഇലകൾ പുറപ്പെടുന്ന തടിയുമായിട്ടാണ് ബന്ധം. ആ ചുള്ളിക്കമ്പുമായിട്ടാണ്. ആ ചുള്ളിക്കമ്പ് വന്ന് ഒരു ഉപശാഖയിൽ വരുന്നു, ആ ഉപശാഖ വന്ന് ഒരു ശാഖയിൽ വരുന്നു, ആ ശാഖ വന്ന് തണ്ടിലേക്ക് വരുന്നു, തണ്ട് വന്ന് വേരിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് പരിണാമം പോകുന്നത്. അതായത് ഈ വേരിൽ എല്ലാ ജീവികളും ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ ജീവികളും ഈ വേരിൽ, ആദ്യത്തെ ജീവൻ, ആദ്യത്തെ ഏകകോശ ജീവി. പരിണാമം ഒരിക്കലും ജീവനെ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന ശാസ്ത്രമല്ല. ഞാൻ വീണ്ടും പറയട്ടെ, പരിണാമം ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്, പരിണാമം എന്ന് പറയുന്നത് ബയോളജിയാണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. ചിലർ പറയും പരിണാമത്തിൻ്റെ ക്ലാസ്സിലൊക്കെ വന്നിരുന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ജീവൻ ഉണ്ടായത്, അത് പറ. വിഷയങ്ങൾ തമ്മിൽ പോലും വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിന്നാണ് അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഈ വേരെന്ന് പറയുന്നത് ആദ്യത്തെ ജീവി. ആ ജീവിയിൽ നിന്ന് വലുതായി തണ്ട് തടിയായി. ആദ്യം വലിയ വേരിയേഷൻ ഒന്നുമില്ല, തടിയിൽ വേരിയേഷൻ കുറവാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വലിയ വലിയ രീതിയിലുള്ള ചെറിയ ചെറിയ ശിഖരങ്ങൾ, വേരിയേഷൻ കൂടുന്നു വരുന്നു. എന്നിട്ട് ഓരോ ശിഖരങ്ങളിൽ നിന്നും ഭിന്ന ഭിന്ന ശിഖരങ്ങൾ, ഉപശാഖകൾ, ശാഖോപശാഖകൾ, ഇലകൾ. ആ ഇലയായിട്ട് നമ്മളിങ്ങനെ നാടിക്കൊണ്ടിരിക്കുകയാണ്. ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ്. നമ്മുടെ അടുത്ത് വേറെ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വരുന്നത് ശരിക്കും ഈ വേരിൽ നിന്നാണ്. കുരങ്ങൻ വരുന്നതും ഈ വേരിൽ നിന്നാണ്. ആപ്പിൾ വരുന്നതും ഈ വേരിൽ നിന്നാണ്. ഓറഞ്ച് വരുന്നതും ഈ വേരിൽ നിന്നാണ്. വൈറസും ഈ വേരിൽ നിന്നാണ്. വേരിൽ നിന്ന് അത്ര അകലെ അല്ല വൈറസ്, അവിടെ തന്നെ ഉണ്ട്, വേരിൽ തന്നെ ഉണ്ട്. ബാക്ടീരിയയും വേരിനോട് അടുപ്പിച്ചുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതാണ് വൈവിധ്യം, വേരിയേഷൻ. വേരിയേഷൻ എന്ന് പറയുന്ന ഒറ്റ കാര്യം മതി പരിണാമ സത്യമാണെന്ന് മനസ്സിലാക്കുക. ബൗണ്ട്ലെസ് വേരിയേഷൻ, അസംഖ്യമായിട്ടുള്ള വൈവിധ്യം. അതാണ് ഏറ്റവും പരിണാമത്തിന്റെ ഏറ്റവും ഒരു പൊട്ടക്കണ്ണന് പോലും നോക്കിയാൽ തിരിച്ചറിയാവുന്ന ഒരു കാര്യം. അപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്, മനുഷ്യനും കുരങ്ങനും ഒരു പൊതു പൂർവികനെ പങ്കിടുന്നു. മനുഷ്യൻ കുരങ്ങിൽ നിന്നല്ല വന്നത്, കുരങ്ങൻ മനുഷ്യനിൽ നിന്ന് അല്ല വന്നത്. ഒരു കുരങ്ങനും മനുഷ്യനെ പ്രസവിക്കുകയില്ല. ഒരു കുരങ്ങൻ മനുഷ്യനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അന്ന് സൃഷ്ടിവാദം കൈയടിച്ച് പാസ്സാക്കാം. അതാണ് സൃഷ്ടിവാദം. കുരങ്ങൻ മനുഷ്യനെ പ്രസവിച്ചു, അത് സൃഷ്ടിവാദമാണ്, അത് മാജിക്കാണ്. പരിണാമത്തിൽ അങ്ങനെ സംഭവിക്കില്ല. കുരങ്ങൻ എപ്പോഴും കുരങ്ങനെ തന്നെ പ്രസവിക്കും, മനുഷ്യൻ എപ്പോഴും മനുഷ്യനെ തന്നെ പ്രസവിക്കും. പിന്നെ എങ്ങനെയാണ് വേരിയേഷൻ ഉണ്ടാകുന്നതെന്ന് നമ്മൾ കാണുന്നു. It is not the strongest of the species that survives, nor the most intelligent that survives. It is the one the most adaptable to change. ഒരു ജീവിയുടെ ശക്തി, നമ്മളൊരു ആന ശക്തനാണ്, പക്ഷെ ആന ഒരു പാറ്റയെ പോലെ ശക്തനല്ല പരിണാമം വരുമ്പോൾ. പരിണാമത്തിന്റെ ശക്തിയും മികവും കാണുന്നത് ഒരു ജീവിക്ക് അതിജീവിക്കാനുള്ള കഴിവിനെ ആധാരമാക്കിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ജീവികളും നിസ്സാരമായി അതിജീവിക്കും. ഇപ്പോൾ ഡൈനസോറിന് അതിജീവിക്കാൻ കഴിഞ്ഞില്ല, കാര്യം അതിൻ്റെ സങ്കീർണത കൊണ്ടാണ്. അപ്പോൾ ശക്തിയും ബുദ്ധിയും ഒന്നും അല്ല പരിണാമത്തിൽ അതിജീവിക്കാനായിട്ടുള്ള മാനദണ്ഡം. മറിച്ച് ഒരു നിലവിലുള്ള സാഹചര്യത്തിൽ അതിനെന്തുമാത്രം അതിജീവിക്കാൻ കഴിയുന്നു, ആ ഒരൊറ്റ കാര്യത്തെ ആസ്പദമാക്കിയാണ് പരിണാമം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ പരിണാമത്തിൽ ജീവികൾ മുന്നോട്ട് പോകുന്നു. അല്ലാതെ ഷർട്ടും സൂട്ടും ഇട്ട ആള് അതിജീവിക്കുന്നോ, ശക്തനായിട്ടുള്ള ആള് അതിജീവിക്കുന്നോ, ബുദ്ധിയുള്ള ആള് അതിജീവിക്കുന്നോ, അങ്ങനെ ഒരു നിയമവും ഇല്ല. പലപ്പോഴും വളരെ നിസ്സാരമായിട്ടുള്ള ജീവികളായിരിക്കും അതിജീവിക്കുക. സങ്കീർണമായിട്ടുള്ള ജീവികൾ നശിച്ചു പോകും. സങ്കീർണമായതുകൊണ്ട് അത് അതിജീവിക്കണമെന്ന് അതിജീവിച്ചു കൂടായെന്നുമില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ ചിലർ പറയാറുണ്ട്, ഈ മനുഷ്യനെ പോലെയുള്ള ജീവികൾ ഇത്രയും മുന്നിലായി, മനുഷ്യൻ്റെ കഴിവ് വേറെ ആർക്കും ഇല്ല. നമുക്ക് ബുദ്ധിയുണ്ട്, ഇമാജിനേഷൻ ഉണ്ട്, കവിത എഴുതും, നമ്മൾ റോക്കറ്റ് വിടും. ഒന്ന് ആലോചിച്ച് നോക്കുക, കവിത എഴുതുക, റോക്കറ്റ് വിടുക എന്നുള്ള പറയുന്ന കാര്യങ്ങളൊന്നും മനുഷ്യൻ്റെ അതിജീവനമായിട്ട് ഒരു രീതിയിലും ബന്ധപ്പെട്ടിരിക്കുന്നില്ല. മനുഷ്യൻ അതിജീവിക്കാനായിട്ട് കവിത എഴുതുകയോ റോക്കറ്റ് വിടുകയോ ചെയ്യേണ്ട കാര്യമില്ല. കവിത എഴുതി റോക്കറ്റ് വിട്ടു എന്ന് പറഞ്ഞാൽ അതിജീവിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇൻകോൺസിക്വൻഷ്യൽ ടു ദ റൂട്ട് ഓഫ് എവല്യൂഷൻ ദാറ്റ് വി ഡെവലപ്പ് ഡിഫറെൻറ്റ് സ്കിൽസ്. നമ്മൾ ഇത്തരം സ്കില്ലുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് അവർ മറ്റു ജീവികൾ ഇതേ സ്കില്ലുകളൊന്നും ഉണ്ടാക്കാതെ തന്നെ ജീവിക്കുന്നു. ഉണ്ടാക്കിയാൽ നല്ലത്, ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് വരും, നമുക്ക് തന്നെ നമ്മുടെ റേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും.
നമ്മൾ എന്തെങ്കിലും സ്കിൽ ഡെവലപ്പ്, കുതിരയ്ക്ക് അത് സാധിക്കുന്നില്ല, അതുകൊണ്ട് കുതിര താഴ്ന്ന ശ്രേണിയിലാണ്, അല്ലെങ്കിൽ നായക്ക് അത് സാധിക്കുന്നില്ല, നായ താഴ്ന്ന ശ്രേണിയിലാണ്, മനുഷ്യന് സാധിക്കും, മനുഷ്യൻ ഉയർന്ന ശ്രേണിയിലാണ്. അതല്ല, ഒരു ഗിവൺ കണ്ടീഷനിൽ ആ ജീവിക്ക് അതിജീവിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് പരിണാമത്തിൻ്റെ ടെസ്റ്റ്. വെള്ളത്തിൽ കൊണ്ടിട്ടാൽ മുങ്ങിപ്പോകുന്നു മനുഷ്യർ, എന്താ കാര്യം? വെള്ളത്തിൽ അതിജീവിക്കാൻ കഴിയുന്നില്ല. ഒരു തവളയ്ക്ക് വെള്ളത്തിലും കരയിലും അതിജീവിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ മനുഷ്യന് ചിലപ്പോൾ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിനെ കുറിച്ച് എസ്സേ എഴുതാൻ കഴിയുന്നുണ്ട്, പക്ഷെ ആ വെള്ളത്തിൽ വീണാൽ മുങ്ങിപ്പോകുന്നു. എന്താ കാര്യം? ഇപ്പോൾ ഒരു പരുന്തിന് കിലോമീറ്ററുകൾ താഴെയുള്ള കോഴിക്കുഞ്ഞിനെ വളരെ കൃത്യമായിട്ട് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നുണ്ട്, അതിൻ്റെ ഐസൈറ്റ്. നായ തിരിച്ചറിയുന്ന മണങ്ങൾ നമ്മൾ അത്യന്താധുനികമായിട്ടുള്ള യന്ത്രങ്ങൾ കൊണ്ടുവച്ചാൽ പോലും നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല. വവ്വാല് തിരിച്ചറിയുന്ന ആവൃത്തിയിലുള്ള ശബ്ദം, മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു സോണോഗ്രാഫിയിൽ തന്നെ ഒരു തിയറി ഉണ്ട്, ഇത്രയും കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം, അല്ല സോറി, നമ്മുടെ 20,000 ഹെർട്സിനും ഇടയ്ക്കുള്ള ഫ്രീക്വൻസിയിലാണ് നമ്മൾ കേൾക്കുന്നത്. അതിന് ഉപരിയായിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ള ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുന്നു വാവലുകൾക്ക്. ആ കഴിവ് നമുക്കില്ല. അപ്പോൾ അന്യൂനമായിട്ടുള്ള അല്ലെങ്കിൽ അനിതര സാധാരണമായിട്ടുള്ള കഴിവുകൾ വിവിധ ജീവികൾക്കുണ്ട്. ഈ കഴിവുകൾ നമുക്കില്ല. അപ്പം ഓരോ ജീവിക്കും കിട്ടിയിരിക്കുന്ന കഴിവുകൾ അതിൻ്റെ സാഹചര്യത്തിൽ നന്നായി മുന്നോട്ട് പോകാനായിട്ടുള്ളതാണ്. അല്ലാതെ ഏറ്റവും നല്ല കഴിവ്, ഏറ്റവും മോശം കഴിവ് എന്ന് പറയുന്നൊരു സാധനമില്ല. എല്ലാ കഴിവുകളും എന്താണോ അതിന് ചെയ്യേണ്ടത് അതിനനുകൂലമായിട്ടുള്ളതാണ്. എങ്ങനെയാണ് ശരിക്കും പരിണാമം സംഭവിക്കുക? നിങ്ങളൊരു മണി എടുത്ത് നോക്കുക, ബെൽ, അല്ലെങ്കിൽ നിങ്ങളൊരു റെയിൻബോ എടുത്ത് നോക്കുക, വളഞ്ഞൊരു കമ്പ്, ഒരു വളഞ്ഞ ഒരു ആരോ പോലെയുള്ള സാധനം ഇങ്ങനെ എടുക്കുക, ഒരു മണി. ഇത് കണ്ടോ, നിങ്ങൾ ആ കാണുന്നതിനകത്ത് ഒരു ആരോ. ഒരറ്റത്ത് പുലിയും മറ്റേ അറ്റത്ത് മുയലുമാണെന്നിരിക്കട്ടെ. പുലി മുയലിനെ പ്രസവിക്കില്ല. പുലി പ്രസവിച്ചല്ല, പുലിയും നല്ല മുയലുണ്ടായിട്ട് നമുക്കറിയാം. പക്ഷെ നമ്മൾ രണ്ട് ജീവികളായിട്ട് സമാനമായിട്ട് ഒന്ന് സങ്കല്പിക്കുക. എങ്ങനെയാണ് ഈ പുലി മുയലാകുന്നത്? ഒരു പുലി ആദ്യം പ്രസവിക്കുന്ന അതിൻ്റെ കുട്ടിയായിരിക്കും. അതിൻ്റെ കുട്ടിയെ പ്രസവിക്കും. അതിൻ്റെ കുട്ടിയെ പ്രസവിക്കും. പുലികളെ പ്രസവിക്കും. ആദ്യത്തെ പുലിയും രണ്ടാമത്തെ പുലിയുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇല്ല. രണ്ടാമത്തെ പുലിയും മൂന്നാമത്തെ പുലിയുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വലിയ വ്യത്യാസം ഇല്ല. 3ഉം 4ഉമായിട്ടും വ്യത്യാസം ഇല്ല. 4ഉം 5ഉമായിട്ടും വ്യത്യാസം ഇല്ല. 9ഉം 10ഉമായിട്ടും വ്യത്യാസം ഇല്ല. പക്ഷെ 1ഉം 10ഉമായിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 1ഉം 100ഉമായിട്ട് കുറച്ചുകൂടെ വ്യത്യാസം കാണും. 1ഉം 500 ആകുമ്പോൾ വ്യത്യാസം പിന്നെയും കൂടും. അത് ഏറ്റവും നന്നായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ എടുക്കുക. നിങ്ങൾ ആദ്യ ദിവസം കൊച്ചായിരിക്കുന്ന ഫോട്ടോ, രണ്ടാമത്തെ ദിവസം ഫോട്ടോ എടുക്കുക, മൂന്നാമത്തെ ദിവസം ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ അടുക്കി വെക്കുക. ആദ്യ ദിവസം മുതൽ നിങ്ങളുടെ ഇപ്പോൾ വരെയുള്ള ഫോട്ടോ അടുക്കി വെച്ചിട്ട് അതിനകത്തൂടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം ഫോട്ടോ തന്നെയാണ് രണ്ടാമത്തെ ദിവസം തന്നെയാണ് മൂന്നാമത്തെ തന്നെയാണ് നാലാമത്തെ തന്നെയാണ് അഞ്ചാമത്തെ തന്നെയാണ് ആറാമത്തെ. പക്ഷേ ആദ്യത്തെ ദിവസം ഫോട്ടോയും ആറാമത്തെ ദിവസം ഫോട്ടോയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെയാണ് ആ വ്യത്യാസങ്ങൾ അക്യൂമുലേറ്റ് ചെയ്ത് പോകുന്നത്. ഓരോ ജീവിയും അതിൻ്റെ തന്നെ കുട്ടിയെ പ്രസവിക്കുമെങ്കിലും ഓരോ തവണ ഇത് കോപ്പി എടുക്കുകയാണ്. കോപ്പി എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരിക്കലും കോപ്പി ഈസ് നെവർ ആസ് ഗുഡ് ആസ് ദ ഒറിജിനൽ. ഒരു കോപ്പി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ന്യൂനതകളും അപാകതകളും വ്യത്യാസങ്ങളും ഉണ്ടാവും. അത് കൂടി വരുമ്പോൾ ഈ ന്യൂനതകൾ, വേരിയേഷനുകൾ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടും. കൺസോൾട്ടേറ്റ് ചെയ്യുക വെച്ചാൽ അതെല്ലാം കൂടി വന്നാണ് പലപ്പോഴും നമ്മൾ ഒരു ഘട്ടമാവുമ്പോൾ, ഇപ്പോൾ ഈ പുലിയുടെ തന്നെയാണെങ്കിൽ ഇങ്ങനെ ഓരോരോ ഒരു ഘട്ടമാവുമ്പോൾ ഇത് ആദ്യത്തെ പുലിയിൽ നിന്ന് നല്ല തോതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിയായിരിക്കും. പക്ഷെ ആ ജീവി ഉണ്ടാക്കുന്നത് അതിൻ്റെ കുട്ടിയായിരിക്കും. അപ്പോൾ അവിടെ പ്രശ്നമില്ല. പക്ഷെ ആ കുട്ടികളും ആദ്യത്തെ പുലിയുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇതിങ്ങനെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ആ ബെൽ ഷേപ്പിൻ്റെ ഏറ്റവും മധ്യത്തെത്തും. ആ മധ്യത്തെത്തുന്ന ജീവി എന്ന് പറയുന്നത് ഈ അറ്റത്ത് നിൽക്കുന്ന പുലിയുടെയും ആ അറ്റത്ത് നിൽക്കുന്ന മുയലിൻ്റെയും ഇടയിലുള്ള ഒരു ജീവിയായിരിക്കും. പക്ഷെ ആ ജീവി ഒരിക്കലും പുലിയുടെയും മുയലിൻ്റെയും, പുലിയുടെ തലയും മുയലിൻ്റെ വാലും ഉള്ള ഒരു ജീവി ആയിരിക്കില്ല. മറിച്ച് അതിൻ്റെ പൊതുപൂർവികൻ എന്ന് പറയാവുന്ന വേറൊരു ജീവിയായിരിക്കും. പലരും പരിണാമം ഈ ട്രാൻസിഷണൽ ഫോസിൽസ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കാറുണ്ട്, മധ്യവർത്തി ഫോസിലുകൾ. ഇപ്പോൾ കുരങ്ങനും തവളയും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തരങ്കൻ ഉണ്ടാകണ്ടേ? എവിടെ തരങ്കൻ്റെ ഫോസിൽ എവിടെ എന്നൊക്കെ ചോദിച്ച് ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. തരങ്കൻ എന്ന് പറഞ്ഞൊരു ജീവി പരിണാമത്തിൽ ഉണ്ടാവില്ല, അല്ലേ? തരങ്കനൊക്കെ ഉണ്ടാകുന്നപ്പോൾ ദശാവതാരത്തിൽ മനുഷ്യൻ്റെ ഉടലും സിംഹത്തിൻ്റെ തലയും ഉള്ള ഒരു ജീവിയുണ്ട്. അതൊക്കെ മതസാഹിത്യത്തിൽ ഉണ്ടാകുന്ന മതഫലിതങ്ങൾ മാത്രമാണ്. സ്പിങ്സ് എന്ന് പറയുന്ന കുതിരയുടെ മുഖവും മനുഷ്യൻ്റെ ശരീരമുള്ള ജീവിയുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മതഫലിതങ്ങളാണ്, അല്ലാതെ പരിണാമത്തിൽ ഇങ്ങനെ രണ്ട് ജീവിയെ ഒട്ടിച്ചു വെച്ചുകൊണ്ട് ഉണ്ടാവില്ല.
ഇനി ഈ രണ്ട് ജീവികളുടെ പൊതുപൂർവികൻ എന്ന് പറയുമ്പം ആയിരിക്കില്ല. ഇപ്പം മനുഷ്യൻ്റെയും കുരങ്ങിൻ്റെയും പൊതുപൂർവികൻ കൂടുതലും കുരങ്ങിനെ സമാനമായിരിക്കും. കുരങ്ങിൻ്റെ ഗുണങ്ങളോട് കൂടുതൽ സാമ്യമുള്ള ഒരു ജീവിയായിരിക്കും നമ്മൾ പങ്കിടുന്ന പൊതുപൂർവികൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ ഒരുപാട് ജീവികളിൽ കാണുന്നുണ്ട്. മനുഷ്യൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ജീവികളിലേ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഗുണങ്ങൾ പിന്നീട് വന്നാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഈ ബെൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് പരിണാമത്തിൽ വരിക. ഇത് തിരിഞ്ഞ് വന്നിട്ട് അവസാനം മറ്റൊരു ജീവിയിൽ എത്തിച്ചേരുകയാണ്. അതേസമയം ഓരോ ജീവിയും ഈ ബെൽ ഷേപ്പ് ഇങ്ങനെ ലീനിയറായിട്ട് പോവുകയല്ല. ഇതിൽ നിന്ന് റൂട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ കുട്ടിയെ പ്രസവിക്കുക, അതിൻ്റെ കുട്ടിയെ പ്രസവിക്കുക, ചെറിയ മാറ്റങ്ങൾ. ഇത് 1-2 ദിവസം കൊണ്ടോ 10-100 ദിവസം കൊണ്ടോ 1000-10,000 ദിവസം കൊണ്ടോ 1,00,000 ദിവസം കൊണ്ടോ കോടി ദിവസം കൊണ്ടോ 10 കോടി ദിവസം കൊണ്ടോ 100 കോടി ദിവസം കൊണ്ടോ സംഭവിക്കുന്ന കാര്യമല്ല. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കോടിക്കണക്കിന് വർഷം എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. എന്താ പറയുക, നമ്മൾ പറയും നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു 60, 70, 80 വയസ്സ് വരെ ജീവിക്കും. ഒരു 50 വർഷത്തിന് മുമ്പ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മസ്തിഷ്കം പകച്ചു തുടങ്ങും. ഒരു 150 വർഷത്തിന് മുമ്പുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിന് നിൽക്കില്ല. ഇനി അതിനപ്പുറമുള്ള 200 വർഷം 300 വർഷം എന്നൊക്കെ പറയാം ചുമ്മാതെ പൂജ്യം ഇടുന്നതല്ലാതെ നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. അവിടെയാണ് നമ്മൾ 1000 വർഷം 10,000 വർഷം 12,000 വർഷം 1,00,000 വർഷം 1,00,000 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല ആ കാലം. വി നെവർ യൂസ് ടു ഡു ദാറ്റ്. നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താണ്, നമുക്കതാണ് ഈ പരിണാമം മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയൊരു വിഷമം. കാലം സംബന്ധിച്ച് നമ്മുടെ മസ്തിഷ്കം പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ അബദ്ധമാണ്. നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്തൊരു കാലത്താണ് പരിണാമം സംഭവിക്കുന്നത്. അതായത് കോടിക്കണക്കിന് വർഷങ്ങൾ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ, അതൊരിക്കലും മനുഷ്യന് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ വെറുതെ പൂജ്യം ഇട്ട് കളിക്കുക. 5 കോടി വർഷത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ, 5 കോടി വർഷം എന്ന് ആലോചിച്ച് നോക്കുക. ഒരു പിടിയില്ല, ചുമ്മാ എന്നൊക്കെ പറയുകയാണ്. ഇതുകൊണ്ടാണ് പല സാധാരണക്കാർക്കും ഈ പരിണാമം എന്താണെന്ന് മനസ്സിലാകാത്തത്. ഇന്നിപ്പോൾ മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നു, പുലി എങ്ങനെ ഇരിക്കുന്നു, കുരങ്ങ് എങ്ങനെ ഇരിക്കുന്നു, അപ്പോൾ ഇതൊക്കെ എങ്ങനെ മാറി, കുരങ്ങിനെ പ്രസവിക്കുന്നു, മനുഷ്യനെ പ്രസവിക്കുന്നു, അപ്പോൾ ഇനി എങ്ങനെ ഇത് മാറി? ഇവിടെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സമയം ഉൾക്കൊള്ളാനായിട്ടുള്ള ശേഷി. അത് ചുമ്മാതെ മതവാദികൾ പറയുന്നതോണം അദ്ദേഹത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതല്ല. സമയം നമുക്കൊരു കുറച്ച് 100-150 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ പൂജ്യം ഇട്ട് ഇങ്ങനെ പോവുകയാണ്. ഇനി മറ്റൊന്ന് പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഭയങ്കര ദൈവ പ്രചരണത്തിന് ചോദ്യം, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? ആ ചോദ്യത്തിന് ഉത്തരവില്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചു. പലതും കേൾക്കാനുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയൊക്കെ പറയുന്നില്ല, എന്നാൽ പറ, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോഴത്തേക്ക് മതം പാസ്സായെന്നുള്ള. മതം അർത്ഥമില്ലാത്ത ഒരു ചോദ്യമാണ് അവിടെ ഉന്നയിക്കുന്നത്. ഒന്നാമത്, മതത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉത്തരം ഉണ്ടായിട്ടല്ല, അല്ലേ? മതത്തിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ വിമാനത്തിന് തകരാറ്, അതുകൊണ്ടെന്താണ്? ഞങ്ങളുടെ കാളവണ്ടി ശരിയാണ്. നിങ്ങളുടെ വിമാനത്തിന് എന്തെങ്കിലും ന്യൂനതകളോ പരിക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കാളവണ്ടി ഉടനെ ശരിയായി. മതം എന്ന് പറഞ്ഞാൽ മനുഷ്യനൊപ്പം എത്താനായിട്ട് കഴിയാതെ കിതയ്ക്കുന്ന ഒരു കാളവണ്ടിയാണ്. മതത്തിനും പരിണാമശാസ്ത്രത്തിനെതിരെ യാതൊരു രീതിയിലുള്ള ഒപ്പോസിഷനും ഉണ്ടാക്കാനായിട്ടുള്ള ശേഷിയില്ല. പിന്നെ പലരും ഉത്തരങ്ങൾ കിട്ടുന്നില്ല എന്ന് കണ്ട് പെട്ടെന്ന് ഇതിനകത്തോട്ട് ചാടി വീഴുന്ന ആൾക്കാരുണ്ട്. ഉത്തരങ്ങൾ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷിക്കൂടെ വേണം. ഇപ്പം നിങ്ങളൊരു വനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വഴി അറിയാതെ ബുദ്ധിമുട്ടുക, നിങ്ങൾ ആദ്യം കാണുന്ന കൊക്കയിലേക്ക് എടുത്തങ്ങ് ചാടുമോ? ഇല്ലല്ലോ. അവിടെ ഇരുന്ന് മെല്ലെ വഴി കണ്ടെത്തും. ഇങ്ങനെ ആദ്യം കൊക്കയിലേക്ക് എടുത്ത് ചാടുന്നവരാണ് ഈ മതത്തിലേക്ക് എടുത്ത് ചാടുന്നത്. അതിനകത്ത് ഇങ്ങനെ താഴോട്ട് പോകുന്നതനുസരിച്ച് ഇരുട്ട് കൂടി വരും. ഇരുട്ട് കൂടുന്നതനുസരിച്ച് എല്ലാം സുഖകരമായിട്ട് വരും. പരിണാമ സിദ്ധാന്തം അറിയാമെങ്കിൽ മുട്ടയോ കോഴിയോ എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. കാര്യം നമ്മൾ ആദ്യം വന്ന ബാക്ടീരിയയിൽ നിന്നാണ്. നിസ്സാരമായി, ഇത് മദ്രസ ചോദ്യമാണ്. നമ്മൾ ആദ്യം വന്ന ബാക്ടീരിയയിൽ നിന്നാണെങ്കിൽ അതിൽ നിന്ന് ബഹുകോശ ജീവികൾ ഉണ്ടായെങ്കിൽ കോഴിയുടെ പതിപ്പെടുക്കാനായിട്ടാണ്, കോഴിയുടെ സിക്താണ്ഡമാണ് മുട്ട. ഫെർട്ടിലൈസേഷന് ശേഷമുള്ള എഗ്ഗാണ് മുട്ട. ഈ മുട്ട എന്ന് പറഞ്ഞാൽ കോഴിയുടെ പതിപ്പാണ്. കോഴിയുടെ പതിപ്പെടുക്കണമെങ്കിൽ കോഴി ഉണ്ടാവണം എന്നുള്ള ആരും ആംശമില്ല. പക്ഷെ കോഴി ഉണ്ടാവാൻ ഒരു കോഴി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അതാണ് പരിണാമം. കോഴി ഉണ്ടായത് വേറൊരു കോഴിയിൽ നിന്നായിരിക്കാം. പക്ഷെ ആ കോഴികൾ ഇങ്ങനെ പുറകോട്ട് പോകുമ്പോൾ കോഴിയോട് സമാനതകൾ ഉണ്ടെങ്കിലും ശരിക്കും കോഴിയല്ലാത്ത ഒരു ജീവിയിൽ നിന്നാണ് ആദ്യത്തെ കോഴി ഉണ്ടായത്. വീണ്ടും പുറകോട്ട് പോകുമ്പോൾ കോഴിയിനോട് സമാനതകൾ വളരെ കുറഞ്ഞ ജീവികളിൽ നിന്നാണ് കോഴിയോട് സമാനതകൾ കുറച്ചുള്ള ഒരു ജീവി ഉണ്ടായത്. വീണ്ടും പുറകോട്ട് പോകുമ്പോൾ കോഴി അല്ലാത്തതും കോഴിയോട് സമാനതകൾ തീരെ ഇല്ലാത്തതുമായ ഒരു ജീവിയിൽ നിന്ന് കോഴിയോട് കുറച്ച് സമാനതയുള്ള ഒരു ജീവി ഉണ്ടായി.
വീണ്ടും പുറകോട്ട് പോകുമ്പോൾ ഒരു പറവ പോലും അല്ലാത്തൊരു ജീവിയിൽ നിന്ന് പറക്കാൻ ശേഷിയുള്ള കോഴിയോട് സമാനതയുള്ള ഒരു ജീവി ഉണ്ടായി. വീണ്ടും പുറകോട്ട് പോകുമ്പോൾ നമ്മൾ അതല്ലാത്ത ജീവികൾ ഉരകങ്ങളിലേക്ക്, വീണ്ടും പുറകോട്ട് പോകുമ്പോൾ നമ്മൾ മത്സ്യങ്ങളിലേക്ക്, സമുദ്രജീവികളിലേക്ക്, വീണ്ടും പുറകോട്ട് പോകുമ്പോൾ നമ്മൾ ബാക്ടീരിയകളിലേക്ക് എത്തും. അപ്പോൾ ബാക്ടീരിയകൾ അങ്ങനെ ആദ്യത്തെ ജീവനിലേക്ക് വരും. അപ്പോൾ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴി ഉണ്ടായേ പറ്റും. കോഴി മുട്ട ഉണ്ടാവണമെങ്കിൽ കോഴി ഉണ്ടാകണം. പക്ഷേ കോഴി ഉണ്ടാകണമെങ്കിൽ കോഴി ഉണ്ടാകണമെന്ന് വേറൊരു കോഴി തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. പുറകോട്ട് പോകുമ്പോൾ ഇതൊരു ലൈനാണ്. പരിണാമം അറിയാവുന്നവൻ ഈ ചോദ്യം ചോദിക്കില്ല, പരിണാമം അറിയാത്തവൻ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് ആഘോഷിക്കപ്പെടും. അബ്ദുള്ള കുട്ടി CPM വിട്ടുപോയപ്പോൾ പറഞ്ഞ ചോദ്യമാണ്. എനിക്ക് ഉത്തരം കിട്ടില്ല, എൻ്റെ ആരാണ് ചോദിച്ചു കോഴിയാണോ മുട്ടയാണോ ഉണ്ടായത്. ഞാൻ ആകപ്പാട് അന്തം വിട്ട് ഞാൻ ഉടനെ മുസ്ലിം ലീഗ് ഏത് പറയലായിരുന്നു, ഞാൻ കോൺഗ്രസിൽ പോയി ചേർന്ന്. എന്താ പറയുക, ഇതാണ് പരിണാമത്തിന് പല പല ക്രിയേഷനിസ്റ്റുകൾ. ഈ പരിണാമത്തിന് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ക്രിയേഷനിസ്റ്റുകളാണ്. ഈ അടുത്ത ഒരു 10 വർഷമായിട്ട് മുസ്ലിങ്ങളും അത് കുറേ പേര് ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഹാരൂൺ യഹ്യ പോലെയൊക്കെയുള്ള കുറേ തമാശ സൈറ്റുകളൊക്കെ ഉണ്ട്. അതിനകത്താണ് അവർ പല ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഈ കുരങ്ങനും തവളയുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള തരംഗൻ എവിടെ, അല്ലേ? പശുവും ആനയുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള പശുവിൻ്റെ ബാക്കും ആനയുടെ ഫ്രണ്ടും ഉള്ള ജീവി എന്തേ? ഈ ജീവികളുടെ ഇടയിലുള്ള ജീവികളുടെ ഫോസിൽ എന്തേ എന്നൊക്കെ ചോദിക്കുന്നതാണ്. ഇത് ഒരിക്കലും ഞാൻ പറയട്ടെ, പരിണാമത്തിൽ ഒരിക്കലും സംഭവിക്കില്ല. പരിണാമത്തിൽ 2 ജീവികളുടെ സങ്കലനമായിട്ടുള്ള വേറൊരു ജീവി ഉണ്ടാവില്ല. ഓരോ ജീവിക്കും വ്യക്തമായിട്ട് അതിൻ്റെതായ രീതിയിലുള്ള അതിജീവന ശേഷി ഉണ്ടാവും. അപ്പോൾ ഈ കാണുന്ന ഈ കുരങ്ങനും തവളയും ചേർന്നതും ക്രോക്കോഡക്ക് മുതലയും താറാവും ചേർന്ന ജീവികളൊന്നും ഒരിക്കലും പരിണാമശാസ്ത്രത്തിൽ എങ്ങും ഉണ്ടാവില്ല. ഇനി ഫോസിലുകൾ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പല ഫോസിലുകൾ, എന്താണ് ഫോസിലുകൾ ആദ്യം കിട്ടാനായിട്ടുള്ള അതിൻ്റെ സാധ്യതയെക്കുറിച്ച് പഠിക്കണം. ഈ ഭൂമിയിൽ മരിച്ചു വീഴുന്ന എല്ലാ ജീവികളും എല്ലാ സസ്യങ്ങളും ജീർണിച്ച് മണ്ണടിയാണ് ചെയ്യുന്നത്. അതിൻ്റെ യാതൊരു ട്രേസും ബാക്കി ഉണ്ടാവില്ല. പക്ഷെ ചില ജീവികളുടെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ വായു കടക്കാത്ത പാളികൾക്കുള്ളിൽ, അത് ചിലപ്പോൾ ചുണ്ണാമ്പുകല്ലായിരിക്കാം, ചിലപ്പോൾ പാറയായിരിക്കാം, ഇത്തരം വായു കടക്കാത്ത പാളികൾ, ശിലാപാളികൾക്കുള്ളിൽ ഭദ്രമായി ഫോസിലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ ഫോസിൽ ഉണ്ടാവൂ. മാത്രമല്ല, ഈ ഫോസിൽ ഉണ്ടായതിനു ശേഷം നമ്മൾ അവിടെ ചെല്ലുകയും നമ്മളത് കണ്ടെത്തുകയും വേണം. നമുക്ക് ചിലപ്പോൾ ലഭിക്കുന്ന ഫോസിലുകളെല്ലാം ആവർത്തന വിരസമായിട്ടുള്ള സാധനമായിരിക്കും. വീണ്ടും വീണ്ടും ഒരേ സാധനത്തിൻ്റെ ഫോസിൽ കൂടിയ അളവിൽ ലഭിക്കുന്നു. ഇപ്പോൾ മനുഷ്യനും ചിമ്പൻസിക്കും ഇടയിലുള്ള ഫോസിൽ എവിടെ എന്ന് പറഞ്ഞ് എങ്ങും പോയി കുഴിക്കാൻ പറ്റില്ല. കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, ഫോസിൽ ശാസ്ത്രം വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും യൂറോപ്പും അമേരിക്കയും മാത്രമേ ശരിക്കും ഫോസിലിനായിട്ട് ഇതുവരെ ഖനനം ചെയ്തിട്ടുള്ളൂ. ഏഷ്യ പോലെയുള്ള, ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുന്നേ ഉള്ളൂ. അത് തന്നെ ഇപ്പോൾ നമുക്ക്